കായംകുളം മണ്ഡലത്തിലേക്കാണ്. കായംകുളം ഇത്തവണ ശ്രദ്ധേയമായ മത്സരം നടക്കുന്നു. എം ലിജു മത്സരിക്കുന്നു യു പ്രതിഭയ്ക്കെതിരെ. എം ലിജു അമ്പലപ്പുഴയിൽ മത്സരിച്ചിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ കായംകുളത്തേക്ക് വന്ന് മത്സരിക്കുന്നു. അവിടെ യു പ്രതിഭ സിറ്റിംഗ് MLA-ക്കെതിരെയാണ് എം ലിജു മത്സരിക്കുന്നത്. അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥി BDJS-ന്റെ തമ്പി മേട്ടുതറ കഴിഞ്ഞ തവണ കുട്ടനാടാണ് മത്സരിച്ചത്. തമ്പി മേട്ടുതറ ഇത്തവണ കായംകുളത്തേക്ക് മാറിയിരിക്കുന്നു. LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. ലിജു വന്നതോടുകൂടി മത്സരം വളരെ ശക്തിയായി മാറിയിട്ടുണ്ട്. ലിജു ഇത്തവണ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് എമ്പാടുമുണ്ട്. അപ്പോൾ സിറ്റിംഗ് സീറ്റ് LDF-ന് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് കായംകുളത്തെ ചോദ്യം. കായംകുളത്താര് യു പ്രതിഭ തന്നെ. LDF 47.97, UDF 42.54, NDA 9.49, 5.43 മുൻതൂക്കമാണ് കായംകുളം മണ്ഡലത്തിൽ യു പ്രതിഭയ്ക്കുള്ളത്. ലിജുവിന് ഇത്തവണയും ഇത് മറികടക്കാൻ കഴിയുന്നില്ലേ, അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിൽ ജയിക്കാൻ കഴിയുന്നില്ലേ? ലിജു പല തവണയായി പല മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ട്. മറികടക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇല്ലെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. 5.43 പറയുമ്പോൾ നിലനിർത്തുമെന്നാണ്. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് NDA കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്ത് വന്നൊരു മണ്ഡലമാണ് കായംകുളം. അവിടെ 9% NDA-യുടെ വോട്ട് ഗണ്യമായി കുറയുന്നു. അതേപോലെ തിരികെ CPM-ലേക്ക് തന്നെ പോകുന്നു. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചതിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവിടെ നമ്മൾ സാമ്പിൾ ശേഖരിച്ച് ചെട്ടുകുളങ്ങര, പത്തിയൂര്, കണ്ടല്ലൂര് മുനിസിപ്പാലിറ്റി നമ്മളവിടെ പരിശോധിച്ചത്. അവിടെ ഒരു വിധി നിർണ്ണയിക്കുന്ന മുസ്ലിം വോട്ടുകൾ വളരെ നിർണായകമായ ഒരു ഘടകമാണ് കായംകുളം മണ്ഡലത്തെ സംബന്ധിച്ച്. കായംകുളം മാർക്കറ്റ് പരിസരം, കായംകുളം നഗരസഭ പരിസരത്ത് നമ്മൾ സാമ്പിളുകൾ ശേഖരിക്കുമ്പോൾ ആ വോട്ടുകൾ എങ്ങനെയാണ് ഇത്തവണ പോൾ ചെയ്യുക? സംസ്ഥാനത്ത് ആകെ ഒരു ട്രെൻഡിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷേ കായംകുളത്ത് ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിലെ വോട്ടുകൾ വലിയ രീതിയിൽ LDF-ന് എതിരല്ല. അത് ഒരു പരിധി വരെ പ്രതിഭാഹരിക്ക് അത് പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ വോട്ടുകൾ പിടിച്ചു നിർത്താൻ സാധിക്കുന്നത് കൊണ്ടാണ് മറ്റ് പ്രദേശങ്ങളിൽ സ്വാഭാവികമായിട്ടും പ്രതിഭാഹരിക്ക് ഒരു മുൻതൂക്കമുണ്ട്. നമ്മൾ നോക്കിയപ്പോൾ ആ വോട്ടുകൾ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സാധ്യത നമ്മൾ ഏറ്റവും അവിടെ കായംകുളം മണ്ഡലത്തെ സംബന്ധിച്ച് കോർ ഏറ്റവും അധികം പരിശോധിച്ചത് കായംകുളം മണ്ഡലത്തിലെ വിധി നിർണ്ണയിക്കുന്ന ഫാക്ടർ മുസ്ലിം വോട്ടുകളാണ്. ആ വോട്ടുകളിലേക്ക് ലിജുവിന് സഹതാപ തരംഗത്തിൽ സ്ത്രീ വോട്ടർമാരെ നമ്മൾ പരിശോധിച്ചു. സ്ത്രീ വോട്ടർമാർക്ക് സിറിയക് തോമസിന് പീരിമേഡിലുള്ളതുപോലെ ഒരു സഹതാപമുണ്ടോ? അത്തരത്തിലുള്ള സഹതാപമില്ല. പക്ക പൊളിറ്റിക്കൽ മണ്ഡലമാണ്, രാഷ്ട്രീയ പൊളിറ്റിക്കൽ മണ്ഡലമാണ്. പക്ഷേ 6298 വോട്ടിന് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രതിഭാഹരി അവിടെ വിജയിച്ചത്. പ്രതിഭാഹരി പാർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ അവിടെ അല്ലാതെ ഇടയ്ക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. എന്നിട്ടും ലിജു വന്നിട്ടും പ്രതിഭാഹരിക്ക് ഈ മണ്ഡലം നിലനിർത്താൻ പറ്റും. പ്രതിഭാഹരി താരതമ്യേന ജനകീയ ഒരു MLA ആണ്. അവരെ പറ്റി ജനങ്ങൾക്കിടയിൽ അഭിപ്രായം ഇപ്പോൾ ഒരു ആന്റി ഇൻകംബൻസി MLA-ക്കെതിരെ ഇല്ല. അവർ പദ്ധതികൾ നടപ്പിലാക്കാനാണെങ്കിലും ജനങ്ങളുടെ ഇടപാടാണെങ്കിലും എല്ലാവരെയും തോളിൽ തട്ടി എല്ലാവരോടും വളരെ സ്നേഹത്തോടെ എല്ലായിടത്തും ലൈവായിട്ട് ഒരു വാർഡ് മെമ്പറെ പോലെ നമ്മൾ പറയില്ലേ, ഇപ്പോൾ MLA-മാർ വാർഡ് മെമ്പറെ പോലെ ആവണം എന്നുള്ള രീതിയിൽ വളരെ സജീവമാണ്. അപ്പോൾ മാറ്റി പരീക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഒരു ആന്റി ഇൻകംബൻസി MLA-ക്കെതിരെ ഇല്ല. യു പ്രതിഭ കംഫർട്ടബിൾ ആണ്. പക്ഷേ ഈ ലിജുവിനെ സംബന്ധിച്ച് ഒരു മത്സരം കൊടുക്കുന്നുണ്ട്. മുമ്പ് കായംകുളത്ത് നിന്ന് പരാജയപ്പെട്ടതാണ്. അതിൻ്റെ ഒരു സഹതാപം ലിജുവിനോടുണ്ടോ? സംസ്ഥാനത്തൊക്കെ ഒരു UDF വേവ് ഉണ്ടെങ്കിൽ അത് മറികടക്കാൻ സാധിക്കുമോ എന്നുള്ളത്. പക്ഷേ നിലവിൽ ഒരു നേരിയ മുൻതൂക്കം അവിടെ യു പ്രതിഭയ്ക്ക് തന്നെയാണ്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, അമ്പലപ്പുഴയിൽ UDF ലീഡ് എടുക്കുന്നു. അമ്പലപ്പുഴയിൽ ഇത്തവണ G സുധാകരൻ കളം മാറിയില്ലെങ്കിൽ എം ലിജു മത്സരിക്കേണ്ട ആളായിരുന്നു. അല്ല, അവിടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പത്തിയൂര് പഞ്ചായത്ത് വലിയൊരു പഞ്ചായത്തും ഏകദേശം 24ഓളം വാർഡുകൾ അത് ഇത്തവണ വലിയ മാർജിനിൽ LDF തിരികെ പിടിക്കാൻ സാഹചര്യമുണ്ട്. അവിടെ നിന്നാണ് വിപിൻ സി ബാബു എന്ന് പറയുന്ന ഒരു നേതാവ് BJP-യിൽ പോവുകയും അവിടെ വലിയ BJP-ക്ക് ഒരു വളർച്ചയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ, കായംകുളത്തെ ലെഫ്റ്റിൽ കുറേയധികം പ്രശ്നങ്ങളൊക്കെ നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. അതൊക്കെയും പരിഹരിച്ച് വേറൊരു സ്ഥാനാർത്ഥിയും വേണ്ട, യു പ്രതിഭയ്ക്ക് തന്നെയാണ് വിജയ സാധ്യത എന്ന് മനസ്സിലാക്കിയാണ് അവരെ ഫീൽഡ് ചെയ്യുന്നത്. അതിൻ്റെ ആനുകൂല്യം ഈ സർവേയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതായത് പൊളിറ്റിക്കൽ വോട്ട്, ലെഫ്റ്റിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രതിഭയെ മാറ്റി ചിന്തിക്കേണ്ട സാഹചര്യം LDF ആണ് അപ്പോൾ കായംകുളത്ത് ഉള്ളത്.